എൽ ജി എസ് സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എൽ ജി എസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡുകളാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നതാണ് എക്സാമിന് കുറച്ചും കൂടി എളുപ്പമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലും നടന്ന എൽ ജി എസ് ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡുകളാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ ജി എസിൻ്റെ സിലബസിനെ കുറിച്ചാണ്. സിലബസിൽ ഓരോ ടോപ്പിക്കിലും അകത്തു നിന്ന് ഏതെല്ലാം ടോപ്പിക്ക് ചോദിക്കും, അതിനെല്ലാം എത്ര മാർക്കാണെന്നെല്ലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. 5 വിഷയങ്ങളാണ് പ്രധാനമായും എൽ ജി എസ് എക്സാമിന് ചോദിക്കുന്നത്. അതായത് പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ, സയൻസ്, പൊതുജനാരോഗ്യം, ലഘുഗണിതവും മാനസിക ശേഷിയും, നിരീക്ഷണ പാഠവും പരിശോധനയും. ഇതിനെല്ലാത്തിനും എത്രയാണ് മാർക്ക് എന്ന് പറയാം. പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ്. ഇനി അടുത്ത ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫേഴ്സ്, ഇതിന് 20 മാർക്ക്. സയൻസിന് 10 മാർക്ക്. പൊതുജനാരോഗ്യത്തിനും 10 മാർക്ക്. ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയ്ക്കും 20 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്ക്. ഇനി ഈ ഓരോ വിഷയത്തിൻ്റെ അകത്ത് ഏതെല്ലാം ടോപ്പിക്സ് വരുന്നതെന്ന് പറയാം. ആദ്യത്തെ ടോപ്പിക്കായ പൊതുവിജ്ഞാനത്തിൽ ഏതെല്ലാം സബ്ജക്റ്റ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം. ഇതിനെല്ലാം കൂടിയിട്ട് 5 മാർക്കാണ്. ഇനി അടുത്ത സബ്ജക്റ്റ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇതിനും 5 മാർക്ക്. ഇനി അടുത്തത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ. ഇതിനും 5 മാർക്കാണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഈ സബ്ജക്റ്റിനും 5 മാർക്കാണ്. ഇനി അടുത്തത് കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ. ഇതിനെല്ലാം കൂടിയിട്ട് 10 മാർക്കാണ്. ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, പിന്നെ നവോത്ഥാന നായകന്മാർ. ഈ സബ്ജക്റ്റിന് 5 മാർക്ക്. ഇനി അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം. ഇതിനെല്ലാം കൂടിയിട്ടും 5 മാർക്ക്. ഇങ്ങനെയാണ് പൊതുവിജ്ഞാനത്തിൽ ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്ക് ആനുകാലിക വിഷയങ്ങൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ 20 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ്. അതിപ്പോൾ ന്യൂസ് പേപ്പറിലുള്ളതാവാം, അല്ലാണ്ട് വേറെ എവിടെ നിന്നും കിട്ടുന്നതാകാം. ഇപ്പോൾ റീസെൻ്റായി നടന്ന കാര്യങ്ങളും അങ്ങനെ കഴിഞ്ഞ വർഷം നടന്നതും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ആനുകാലിക വിഷയങ്ങളിൽ വരുന്നത്. ഇനി അടുത്ത 3-ാമത്തെ ടോപ്പിക്കാണ് സയൻസ് മേഖലയിൽ ജീവശാസ്ത്രത്തിൽ 5 മാർക്ക്. അതിൽ വരുന്ന ടോപ്പിക്സ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയാണ് ജീവശാസ്ത്രത്തിൽ 5 മാർക്കിന് വരുന്നത്. അടുത്ത സയൻസിലെ ഭാഗമായ ഭൗതിക ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും കൂടി 5 മാർക്കാണ്. അതിൽ വരുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഈ ടോപ്പിക്സിനെല്ലാം കൂടിയിട്ട് 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സയൻസിൽ വരുന്നത്. ഇനി അടുത്തത് 4-ാമത്തെ ടോപ്പിക്ക് പൊതുജനാരോഗ്യം. ഇതിന് 10 മാർക്കാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ.
അപ്പോൾ ഈ സബ്ജക്റ്റ് എല്ലാം കൂടി ആകെ 10 മാർക്കാണ് പൊതുജനാരോഗ്യത്തിനുള്ളത്. അടുത്ത ടോപ്പിക്ക്, അതായത് 5ാമത്തെ ടോപ്പിക്ക് ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും. ഇതിൽ ലഘുഗണിതത്തിന് 10 മാർക്കാണ്. അതിൽ വരുന്ന സബ്ജക്റ്റ് നോക്കാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇതിനെല്ലാം കൂടിയിട്ട് 10 മാർക്കാണ്. ഇനി ഇതിൽ വരുന്ന അടുത്ത ഭാഗം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. ഇതിനും 10 മാർക്കാണ്. ഇതിൽ വരുന്ന സബ്ജക്ട്സ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇങ്ങനെ എല്ലാത്തിനും കൂടിയിട്ട് 10 മാർക്ക്. അപ്പോൾ മൊത്തം 5 വിഷയങ്ങൾ, ഇതിലെല്ലാം കൂടിയിട്ട് 100 മാർക്ക്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് ഓരോ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും ആ ലിസ്റ്റിൽ കയറാൻ പറ്റുന്നതാണ്. LGS സീരീസിൻ്റെ 3ാമത്തെ ക്ലാസ്സിൽ, അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാൻ പോകുന്നത് ഇതിൽ ഓരോ സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എല്ലാം കമ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.